ജീവിതത്തിലെ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ആദ്യം പതിയുന്നത് ഹൃദയത്തിലായിരിക്കും. എന്നാൽ ഈ ഹൃദയത്തിൽ പതിയുന്ന ചിത്രങ്ങൾ ഒരു ക്യാൻവാസിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും ക്യാമറ അത്യാവശ്യമാണ്. ടെക്കി ചാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്യാമറകളെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കുള്ള സംശയമാണ് ഏത് ക്യാമറ വാങ്ങിക്കണമെന്നുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ബിജു മുള്ളംകുഴി തടത്തലിൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹം അവിടെ കുറച്ച് ക്യാമറകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. ഹായ് ബിജു. ഹായ് പ്രിൻസ്. ഹലോ. ഇപ്പൊ ഇവിടെ വിവിധ തരം ക്യാമറകൾ ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഇത് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ, ഇത് അണ്ടർ വാട്ടർ ഉപയോഗിക്കുന്ന ക്യാമറ അല്ലേ? ഇത് പിന്നെ അതിന്റെ കുറച്ചുകൂടി അതിന്റെ കുറച്ചും കൂടെ കൂടിയ വെർഷനാണ്. ഇത് ക്യാംകോർഡർ പാനസോണിക് ഡിഫറെന്റ് കമ്പനി. ഇത് സോണിയുടെ ക്യാംകോർഡർ. ഇത് സെമി പ്രോ ക്യാംകോർഡർ ആണ്, കാനോൺ കമ്പനിയുടെ. ആയിരിക്കുന്നത് DSLR കാനോൺ കമ്പനിയുടെ. അപ്പൊ ഒരു കടയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ഇപ്പൊ ഏത് ക്യാമറ വാങ്ങിക്കണമെന്ന് ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഏത് നമ്മൾ വാങ്ങിക്കും. അവിടെ ഇതുപോലെ തന്നെയാണ്, കടയിൽ ഒത്തിരി വെറൈറ്റി ക്യാമറകൾ ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഒന്നിൽ നമ്മൾ പോകുന്നത് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ക്യാംകോർഡർ ടൈപ്പിലുള്ളതായിരിക്കും വാങ്ങിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ DSLR ടൈപ്പില്. ക്യാംകോർഡറിൽ വരുന്ന രണ്ട് വേർഷൻ, ഒന്ന് കുറച്ചുകൂടി ഹൈ സെമി പ്രോ ക്യാമറയുണ്ട്, പിന്നെ കൺസ്യൂമർ ക്യാംകോർഡർ ഉണ്ട്. പിന്നെ വരുന്ന ഒരു വേർഷനാണ് DSLR ക്യാമറ. അതിനകത്ത് ഇപ്പൊ ഇറങ്ങുന്ന DSLR-ലെല്ലാം തന്നെ വീഡിയോ ഓപ്ഷൻസ് അഡീഷണൽ ഉണ്ട്. പക്ഷെ അത് മെയിൻലി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് സ്റ്റിൽ ഇമേജൻസിനാണ്. പക്ഷെ അഡീഷണൽ ഒരു ഫീച്ചറാണ് വീഡിയോ. ഇതിന്റെ ഇപ്പൊ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഇതിനകത്ത് നോക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ? പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിലായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ഡിജിറ്റൽ സൂം കൂടുതൽ കണ്ടിട്ട് ഒരിക്കലും ഒരു ക്യാമറ വാങ്ങിക്കരുത്. എല്ലാവരും ആകർഷകരായി വാങ്ങിക്കുന്ന സാധനമാണ് 50x ഡിജിറ്റൽ സൂം അല്ലെങ്കിൽ 20x ഡിജിറ്റൽ സൂം. ഒരു കാരണവശാലും അതിന്റെ പുറകെ പോകരുത്. അത് സോഫ്റ്റ്വെയർ മാനിപ്പുലേഷൻ ആണ്. എപ്പോഴും നമ്മൾ ഒപ്റ്റിക്കൽ സൂം മാത്രം ചൂസ് ചെയ്യുക. ഒപ്റ്റിക്കൽ സൂം ഉണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് സൂം ചെയ്യുമ്പോൾ നമുക്ക് ഇമേജിന് ക്വാളിറ്റി നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് പോകുന്നില്ല. ഡിജിറ്റൽ സൂം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂം ചെയ്യുന്നതോറും അതിന്റെ ക്വാളിറ്റി ഡീഗ്രേഡ് ചെയ്ത് പോകും. ഇപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5 മെഗാ പിക്സൽ ഉള്ള ഒരു ക്യാമറ ഡിജിറ്റലി സൂം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 5 മെഗാ പിക്സൽ ഉണ്ടാവില്ല. അത് 4 ആവും, 3 ആവും, 2 അങ്ങനെ കുറഞ്ഞു പോകും. നമ്മൾക്ക് വേണമെങ്കിൽ മൊബൈലിൽ തന്നെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. മൊബൈലിൽ തന്നെ പലരും സൂം ചെയ്ത് വീഡിയോ അല്ലെങ്കിൽ സ്റ്റിൽ എടുക്കുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് രണ്ടിന്റെ ഇമേജ് ക്വാളിറ്റി എൻറ്റർലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ സൂം ഡിജിറ്റൽ സൂമിങ് ചെയ്യാതെ എടുക്കണം. നമുക്ക് പിന്നീട് അത് വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം. പക്ഷെ വൺസ് നമ്മൾ ഡിജിറ്റൽ സൂം ഇൻ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇമേജ് ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെടും. അപ്പൊ എപ്പോഴും പോയിന്റ് ആൻഡ് ഷൂട്ട് വാങ്ങിക്കുമ്പോൾ ഒരു മിനിമം ഒരു 3x എങ്കിലും മതി. ഏറ്റവും ചുരുങ്ങിയത് 3x. ഇപ്പൊ ഇറങ്ങുന്നത് 3-നൊക്കെ കൂടുതലുണ്ട്. 3x എന്ന് പറയുന്നത് ലെൻസിന്റെ ഒപ്റ്റിക്കൽ എലിമെന്റ് ആണ് നമ്മൾ. അപ്പൊ നമുക്ക് അതിന്റെ സൂമിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജിന്റെ ക്വാളിറ്റി പോകുന്നില്ല, ഡീഗ്രേഡ് ചെയ്ത് പോകുന്നില്ല. ആ ഒപ്റ്റിക്കൽ എലിമെന്റ് അല്ലെങ്കിൽ ലെൻസ് ആണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇന്റേണൽ ഫോക്കസിംഗ് മെക്കാനിസം ഉള്ള ക്യാമറയുണ്ട്, അത് കുറച്ചും കൂടെ പോക്കറ്റ് സൈസ് ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെൻസ് പുറത്തേട്ട് ഇജക്ട് ചെയ്ത് വരുന്നു നമ്മൾ സൂം ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ അപ്പർച്ചർ സൈസ്. ഇപ്പൊ കൂടിയ ക്യാമറകളിലൊക്കെ അത് എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു 2.8 അപ്പർച്ചർ അല്ലെങ്കിൽ 1.8 അപ്പർച്ചർ ഉദ്ദേശിക്കുന്ന നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി ഓപ്പൺ ചെയ്യുന്ന പോലെ ഒരു ഡയഫ്രം ഓപ്പൺ ചെയ്യാണ്. ലൈറ്റിനെ കൂടുതൽ ഈ ക്യാമറയുടെ സെൻസറിലേക്ക് ഗ്യാദർ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പർച്ചർ. അപ്പൊ നമ്മൾ അപ്പർച്ചർ കൂടിയ ക്യാമറകളോ അപ്പർച്ചർ കൂടിയ ലെൻസുകളോ എപ്പോഴും അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഒത്തിരി എക്സ്പെൻസീവ് എന്നല്ല പറയുന്നത്. പ്രത്യേകിച്ച് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിൽ എല്ലാം തന്നെ ഒരു 3.5 ആയിരിക്കും മിക്കതും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പർച്ചർ. ഇത് 1.8 ഉള്ള പോയിന്റ് ആൻഡ് ഷൂട്ട് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അത് നല്ല ക്വാളിറ്റിയാണ്, വളരെ നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കണം. ഡിജിറ്റൽ സൂം നോക്കാതെ ഒപ്റ്റിക്കൽ സൂം തന്നെ നോക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറ ചൂസ് ചെയ്യുക. ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അതിൽ നമ്മൾ റോങ് ഡയറക്ഷനിൽ പോകരുത്. ഡിജിറ്റൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റലി ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലും ഈ ഇമേജുകൾ നമുക്ക് നഷ്ടപ്പെടാം, ക്വാളിറ്റി നഷ്ടപ്പെടാം. അപ്പൊ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ലെൻസ് ഒരു മെക്കാനിക്സിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. അത് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിരിക്കും. ഒരു പക്ഷേ നമ്മൾ ഷെയ്ക്ക് അനുസരിച്ചിട്ട് അത് അതിന്റെ ഒരു മൂവ്മെന്റ് അത് ബാലൻസ് ചെയ്യും അതിന്റെ ലെൻസ്. അപ്പൊ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് വാങ്ങിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വീഡിയോ പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ്. ഒരു ഫുൾ HD വീഡിയോ ഇപ്പൊ 4K വരെ ഇറങ്ങുന്നുണ്ട്. ഫുൾ HD വീഡിയോ ഉണ്ടെങ്കിൽ പ്ലസ് ആണ്. ഇനി എന്നിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കൂടുമായിരിക്കും ഒരു പക്ഷെ ഒരു ഹോട്ട് ഷൂ എന്ന് പറയുന്ന ഫ്ലാഷ്, എക്സ്റ്റേണൽ ഫ്ലാഷ് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോക്കറ്റ് ആൻഡ് ഷൂട്ട് ഉണ്ടെങ്കിൽ അത് ബെസ്റ്റ്. പക്ഷെ വളരെ ചുരുക്ക ക്യാമറകളേ ഉള്ളൂ എക്സ്റ്റേണൽ ഹോട്ട് ഷൂ. അത് എക്സ്പെൻസീവ് മോഡലിനേ ഉള്ളൂ, ബേസ് മോഡലില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്ക് അഡീഷണൽ ഒരു ഫ്ലാഷ് ഒരു ഫ്രണ്ടിന്റെ ഹയർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്നിട്ടും നോക്കണ്ടെങ്കിൽ വേണമെങ്കിൽ എക്സ്റ്റേണൽ മൈക്രോഫോൺ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ബെസ്റ്റ്, വളരെ ബെസ്റ്റ്. നമുക്കൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ എടുക്കാനായിട്ട് എക്സ്റ്റേണൽ മൈക്രോഫോൺ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ
ഹൈ എൻഡ് മോഡലിലൊക്കെ എക്സ്റ്റേണൽ മൈക്രോഫോണും ഹെഡ്ഫോൺ മോണിറ്റർ ചെയ്യാനുള്ള ഔട്ട്പുട്ടും വരുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ടൈപ്പ് ക്യാമറ ഇപ്പൊ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകൾ പൊതുവെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. മൊബൈലില് വളരെയധികം ക്ലാരിറ്റിയോട് കൂടിയ തന്നെയാണ്, നല്ല മെഗാ പിക്സലാണ് മൊബൈലില്. ഈ മൊബൈലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിന്റെ ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറുതാണ്, വളരെ ടൈനിയാണ്. പക്ഷെ അതിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് മൊബൈലിലെല്ലാം ഉള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രോസസർ, ഇമേജ് പ്രോസസർ എക്സലന്റ് ആണ്. ഡേ ബൈ ഡേ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഐഫോൺ ആയാലും ആൻഡ്രോയിഡിന്റെ, സാംസങ്ങിന്റെ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആൻഡ്രോയിഡിന്റെ ഫോൺ ആയാലും അതിന്റെ എല്ലാം ക്യാമറയുടെ ഇമേജ് പ്രോസസർ, ഒന്ന് ലെൻസാണ് ഏറ്റവും പ്രധാന കാര്യം. ഓക്കെ, നമ്മളെല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ലെൻസ് ചെറുതാവും തോറും നമ്മുടെ എല്ലാ ഒരു ധാരണ ഇമേജ് ക്വാളിറ്റി വളരെ കുറവാണ്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന മൊബൈൽ നമ്മൾ അതിശയിപ്പിക്കുന്ന മൊബൈൽ ക്യാമറകളാണ്. നമുക്കൊരു ഡീസന്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എക്സലന്റ് ഫോട്ടോസ്, വീഡിയോസ് നമുക്ക് എടുക്കാം. പ്രത്യേകിച്ച് വീഡിയോ 4K വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യും ഇപ്പൊ ഇറങ്ങുന്ന മൊബൈലെല്ലാം. അപ്പൊ അതിന്റെ ഇമേജ് പ്രോസസർ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. അതിന് എങ്ങനെയാണ് അതിന്റെ ആ ഇമേജ് പ്രോസസിങ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഏറ്റവും നല്ല ഇമേജ് പ്രോസസർ ഉള്ളതിന് ഗ്രെയിൻസ് വളരെ കുറവാണ്. അതായത് ഗ്രെയിൻസ് എന്ന് ഉദ്ദേശിക്കുന്ന വീഡിയോ നോയ്സ്. നമ്മൾ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീഡിയോ നമ്മൾ ഒരു ബ്ലാക്കിന്, പ്രത്യേകിച്ച് നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ഒരു ബ്ലാക്ക് സബ്ജക്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫിലിം ആക്കുക. എന്നിട്ട് നമ്മളത് നോക്കുക അതിനകത്ത് ഗ്രെയിൻസ് ഉണ്ടോ, ഏറ്റവും അല്ലെങ്കിൽ രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴാണ് അതിന്റെ ഇമേജ് പ്രോസസറിന്റെ ഒരു കഴിവ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അത് മാനുവലിൽ പറയും അവർ ഇമേജ് പ്രോസസർ. ഇപ്പൊ ചില വേർഷൻ 2 അല്ലെങ്കിൽ അവരുടെ ഓരോരോ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ഇന്ന പ്രോസസറാണ്, ഇന്ന ഇമേജ് ഇതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ക്യാമറ വാങ്ങിച്ചാലും ഞാനൊക്കെ നോക്കുന്നത് യൂട്യൂബിൽ കയറിയിട്ട് ആ പ്രത്യേക മോഡൽ നമ്പർ അടിച്ച് നോക്കിയിട്ട് അതിന്റെ ലോ ലൈറ്റ് ടെസ്റ്റ് ഉണ്ട്, പലരും ഇട്ടിട്ടുണ്ട്. ആ പർട്ടിക്കുലർ നമ്മുടെ വാങ്ങിക്കുന്നതിന് മുമ്പാണ് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. പല ഷോപ്പുകാരും നമുക്ക് സമ്മതിക്കില്ല ആ വീഡിയോ ഓപ്പറേറ്റ് ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത് നോക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സാമ്പിൾ സ്റ്റിൽസ് അല്ലെങ്കിൽ സാമ്പിൾ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അത് നോക്കുക, അത് നോക്കിയിട്ട് ലോ ലൈറ്റ് സാമ്പിൾസ് എടുത്ത് നോക്കുക. എപ്പോഴും നമ്മൾ ഡേ ലൈറ്റ് തന്നെയല്ല നോക്കണ്ടേ, എപ്പോഴും ലോ ലൈറ്റും കൂടെ നോക്കാം. ലോ ലൈറ്റും കൂടെ നോക്കുമ്പോഴത്തേനും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ ക്യാമറ അല്ലെങ്കിൽ സ്റ്റിൽ ക്യാമറ നമുക്ക് വാങ്ങിക്കാം. എല്ലാം ഇപ്പൊ ഇറങ്ങുന്നതിനെല്ലാം എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പൊ പ്രിൻസ് പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുക്കം ആൾക്കാരാണ് പോയിന്റ് ഷൂട്ടിന് പുറകെ പോകുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഫംഗ്ഷൻ എല്ലാം തന്നെ നമുക്ക് മൊബൈൽ എടുക്കാം. ഒപ്റ്റിക്കൽ സൂം ഉള്ള മൊബൈൽ, ഒരു മൊബൈൽ എനിക്കറിയാം സാംസങ്ങിന്റെ ഒരെണ്ണുണ്ട്, ഒരു മൊബൈൽ ഉണ്ട്, അതിനകത്ത് ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. ബാക്കി എല്ലാ മൊബൈലിനകത്തും ഡിജിറ്റൽ സൂം ഉള്ളൂ. പക്ഷെ എങ്കിൽ കൂടിയും അത് ഡിജിറ്റലി അല്ലെങ്കിൽ കൂടിയും അതിന്റെ ഒറ്റ ആംഗിളിൽ തന്നെ സൂം ചെയ്യാതെ എടുത്താൽ തന്നെ എക്സലന്റ് ക്വാളിറ്റി നമുക്ക് വീഡിയോസും സ്റ്റിൽസും എടുക്കാൻ പറ്റും ഡേ ലൈറ്റിലൊക്കെ. ഇനിയിപ്പോ നമുക്ക് നോക്കേണ്ടത് ഇത് ആക്ഷൻ ക്യാമറയാണ്, അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. ഇത് ഒരു ആക്ഷൻ ക്യാമറയാണ്. ഇത് TCL എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. 30 മീറ്റർ അണ്ടർ വാട്ടറിൽ നമുക്ക് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാം, സ്റ്റിൽസും എടുക്കാം. ഇതിന് റിമോട്ട് ഉണ്ട്, റിമോട്ടിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം. ഇതിന് വൈഫൈ ഇല്ല, ഈ മോഡലിന് വൈഫൈ ഇല്ല. ഇതിനകത്ത് ഫുൾ HD വീഡിയോ. എന്താണ് ഈ 30 മീറ്ററിന്റെ ഇതെന്താണ്? അത്ര നമ്മൾ വെള്ളത്തിന്റെ അടിയിട്ട് പോകുന്നതോറും വെള്ളത്തിന്റെ പ്രഷർ കൂടി വരും. വെള്ളത്തിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കടലിലേക്ക് ഒരു കുപ്പി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇത്ര മീറ്റർ കഴിയുമ്പോൾ കുപ്പി ക്രാഷ് ആയി പോകും, ഏറ്റവും അണ്ടറിൽ. അത്രയ്ക്ക് പ്രശ്നമാണ് ഉണ്ടല്ലോ. അപ്പൊ 30 മീറ്റർ വരെ ഇവർ ഇത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഇതിന്റെ വാട്ടർ പ്രൂഫ് ഒരു ഗാസ്കറ്റ് സിസ്റ്റം ആണ്. ഈ ഗാസ്കറ്റിൽ കൂടെ ഒക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് ഒത്തിരി ആഴത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് 30 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് സീ വാട്ടറിന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു സേഫ് സോൺ കൊടുത്തിരിക്കുന്നത് 30 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ 30 മീറ്ററിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാം, സ്റ്റിൽസ് എടുക്കാം. ഇതിനകത്ത് ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ഇല്ല ഈ മോഡലിന്. പക്ഷെ ഇതിനകത്ത് ഒരു ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോഫോൺ സപ്പോർട്ട് ചെയ്യും. അണ്ടർ വാട്ടറിൽ പോയാലും നമുക്ക് ഇല്ല അണ്ടർ വാട്ടറിൽ പോയാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് നമ്മളൊരു ബൈസിക്കിളിൽ നമ്മളൊരു വീഡിയോ എടുക്കുകയാണ്, അതിന് നമുക്ക് സംസാരിച്ച് ലാപ്പിൽ മൈക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് ഇതിനകത്ത് മൈക്രോഫോൺ, എക്സ്റ്റേണൽ മൈക്രോഫോൺ എടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്ട്രീം വൈഡ് ആംഗിൾ ആണ്, 170 ഡിഗ്രി വൈഡ് ആംഗിൾ ആണ്. ഇത് ഭയങ്കര വൈഡ് ആണ്. അപ്പൊ നമ്മൾ കയ്യോ നമ്മുടെ വേറെ ട്രൈപോഡുകളൊന്നും വരാതെ എപ്പോഴും ശ്രദ്ധിക്കണം. ഭയങ്കര എക്സ്ട്രീം വൈഡ് ആണ്. അതാണ് ഇതിന്റെ ബ്യൂട്ടി. നമ്മളൊരു ആക്ഷൻ ക്യാമറയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി അല്ലെങ്കിൽ സ്പോർട്സ് ക്യാമറയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വൈഡ് ആംഗിൾ. നമ്മൾ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാം, നമ്മുടെ ബൈസിക്കിളിൽ മൗണ്ട് ചെയ്യാം, നമ്മുടെ കാറിൽ മൗണ്ട് ചെയ്യാം. നമ്മൾ എക്സ്ട്രീം ഇപ്പൊ ഒരു പാരാ ജമ്പിങ് നടക്കുമ്പോൾ, ഇപ്പൊ ഫ്ലൈറ്റിൽ നിന്നൊക്കെ നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ ഇത് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാം ഇത്തരത്തിലുള്ള ക്യാമറ. ഇതിന് വൈഫൈ ഇല്ല, ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. പക്ഷെ എങ്കിലും ഇത് ഡീസന്റ് ക്വാളിറ്റി വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും ഡേ ലൈറ്റ്. പിന്നെ അടുത്ത കുറച്ചുകൂടിയും കൂടിയ റേഞ്ചിലുള്ളതാണ് ഈ ക്യാമറ. ഇതൊരു സ്പോർട്സ് ക്യാമറയാണ്. അണ്ടർ വാട്ടറിൽ ഇതും 30 മീറ്റർ അടിയിലെടുക്കാം. ഇത് വൈഫൈ സപ്പോർട്ട് ചെയ്യും. ഗെറ്റ് അപ്പ് 2 എന്ന് പറഞ്ഞ ഒരു ക്യാമറയാണ്, വൈഫൈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. അത്
ഇതിന് വേറൊരു ഗുണമുണ്ട്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ കൂടി ഇതിനകത്ത് ഒരു ജൈറോ ചിപ്പ് ഉണ്ട്. ഈ ജൈറോ ചിപ്പിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യും. അതിനൊരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഷേക്ക് റിഡക്ഷന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ചിപ്പ് കൊടുത്തിട്ടുണ്ട്, ജൈറോ. അപ്പൊ ഇത് ഗോപ്രോന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഗോപ്രോന്റെ സെയിം ഡയമെൻഷൻ ആണ്, ഗോപ്രോന്റെ ഫംഗ്ഷനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് അതിന്റെ ജൈറോ സ്റ്റെബിലൈസേഷൻ. വളരെ ഷേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇപ്പൊ ഗോപ്രോ ആണെങ്കിൽ നമുക്ക് അത് സ്റ്റഡി ക്യാമിൽ വെക്കണം. നമുക്ക് ഒരു ഫോളോ ചെയ്ത് ഒരു വ്യക്തിയെ നമ്മൾ ഫോളോ ചെയ്ത് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റഡി ക്യാമിൽ വെക്കണം, ഷേക്ക് ഫ്രീ ആവും. ഇതിനെ ഒരു പരിധി വരെ നമുക്ക് ഷേക്ക് ഫ്രീ ആക്കാം ഗോപ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഗോപ്രോന്റെ ഈക്വൽ ആയിട്ട് ഇമേജ് ക്വാളിറ്റി ഉണ്ട്. ഇത് ഗെറ്റപ്പ് 2 എന്ന് പറഞ്ഞ ഒരു ക്യാമറയാണ്. ഗെറ്റപ്പ് വളരെ നല്ല ക്യാമറയാണ്. ഗോപ്രോന്റെ 4-1 പൈസക്ക്. ഗോപ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 400 യൂറോയിൽ പറയുകയാണെങ്കിൽ 400 euro പ്ലസ് വരും ഗോപ്രോന്റെ ബ്ലാക്ക് എഡിഷൻ ഒക്കെ, ഏറ്റവും ഹൈ. അതിന്റെ ഈക്വൽ നിൽക്കും. ഇത് 4K വരെ നമുക്ക് എടുക്കാം, പക്ഷെ അതിന്റെ നേറ്റീവ് റെസൊല്യൂഷൻ 2K ആണ്. അപ്പൊ പ്രിൻസ് ഒന്ന് ആലോചിച്ചു, ഇപ്പൊ ഇറങ്ങുന്ന ക്യാമറ വലിപ്പത്തിലല്ല കാര്യം. എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ക്യാമറ വലിപ്പം കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഇറങ്ങുന്നത് വളരെ വലിപ്പം കുറേ ക്യാമറ ആണെങ്കിലും നമ്മളെ അതിശയിപ്പിക്കുന്ന ക്വാളിറ്റിയാണ്. ഇമേജ് പ്രോസസ്സിംഗും അതിന്റെ ലെൻസും അതിന്റെ ചിപ്പും എല്ലാം എക്സലന്റ് ആണ് ഇപ്പോഴും. കാരണം കോമ്പറ്റീഷൻ ആണ്, അത്രയ്ക്ക് കോമ്പറ്റീഷൻ. എവിടേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പണ്ടത്തെ രീതിയിൽ വലിപ്പം കൂട്ടിയിട്ട് ഇമേജ് ക്വാളിറ്റി കുറവാണെങ്കിൽ ആരും വാങ്ങിക്കില്ല ഒരു ക്യാമറയും. അപ്പൊ ഈ വലിപ്പത്തിലല്ല കാര്യം, എപ്പോഴും അതിന്റെ ആ ഒരു ക്വാളിറ്റിയിലാണ്. ഒത്തിരി റിവ്യൂ നോക്കിയിട്ടാണ് ഓരോ. തീർച്ചയായിട്ടും ഇത് ഞാൻ തന്നെ വാങ്ങിച്ചത് തന്നെ ഇതിന്റെ റിവ്യൂ നോക്കിയിട്ടാണ് ഈ ക്യാമറ വാങ്ങിച്ചത്. എക്സലന്റ് റിവ്യൂ ആണ് അതിനകത്ത്. ഇത് ഗോപ്രോന്റെ സെയിം സൈസ് ആണ്. അപ്പൊ ഗോപ്രോന് ഉപയോഗിക്കുന്ന 3 ഗിംബൽ ഉണ്ട്. ഗിംബൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കലി സ്റ്റെബിലൈസേഷൻ ചെയ്യുന്ന സ്റ്റഡി ക്യാം, അതിനകത്ത് വരെ ഇത് സ്യൂട്ട് ചെയ്യും. പിന്നെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാം, ബൈസിക്കിളിൽ മൗണ്ട് ചെയ്യാം, എല്ലാ മൗണ്ടും ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ. രണ്ടും ഒരേ പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഗെറ്റപ്പിന്റെ പ്രോ വെർഷൻ ആണ്, പ്രോ വെർഷൻ. അപ്പൊ അതിന്റെ കൂടെ ഒരുപാട് മൗണ്ടുകൾ നമുക്ക് കിട്ടും. ബൈസിക്കിൾ മൗണ്ട്, ഹെൽമെറ്റ് മൗണ്ട്, എവിടെ വേണമെങ്കിൽ ഇപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നീ അടുത്താണ് ക്യാംകോർഡർ ഏറ്റവും ഹാൻഡി ആയിട്ട്, ഹാൻഡി ക്യാം എന്നാണ് പറഞ്ഞത്, ഹാൻഡി ക്യാം ആണ്. അപ്പൊ ഹാൻഡി ആയിട്ട് തന്നെ അത് ഷൂട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ, ഒരു ഹാൻഡി ക്യാം ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഏത് രീതിയിലുള്ളത് വാങ്ങണം? നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഹാൻഡിക്യാം അതിന് മെയിൻലി ഉദ്ദേശിക്കുന്നത് സ്റ്റിൽ എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ അപൂർവം പേരാ സ്റ്റില്ലിന്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇത് ബേസിക്കലി ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് വീഡിയോ എടുക്കുന്ന ആൾക്കാർ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. സ്റ്റില്ല് നമുക്ക് അഡീഷണൽ ഫീച്ചറാണ്. ക്യാംകോർഡർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഇപ്പൊ പാനസോണിക്കോ അല്ലെങ്കിൽ കാനോണോ സോണിയോ അങ്ങനെ ഏതെങ്കിലും ഒരു മെയിൻ ഒരു ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നോക്കാം, നമ്മുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ ബ്രാൻഡ് പറയുന്നത് നമുക്ക് എന്തിനാണ് നമ്മൾ ഈ ക്യാംകോർഡർ ഉപയോഗിക്കുന്നത്? നമ്മളൊരു പ്രോ ആണെങ്കിൽ ഇതൊന്നും പോരാ. അപ്പൊ നമ്മൾ സാധാരണ ഒരു കൺസ്യൂമർ സംഭവത്തിന് നമുക്ക് ജസ്റ്റ് പിള്ളേർ കളിക്കുന്നതൊക്കെ എടുക്കാനാണെങ്കിൽ ഇത് മതി. ഡേ ലൈറ്റിലാണെങ്കിൽ ഇത് ധാരാളം മതി. ഇതിന്റെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എൻഡ് ക്യാമറയും ലോ എൻഡ് ക്യാമറയും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ലോ ലൈറ്റ് ഭയങ്കരമായിട്ട് പൂറായിരിക്കും. ഇത്ര ചെറിയ ക്യാമറകൾ. ഇത് കുറച്ച് പഴയ മോഡലാണ്. ഇപ്പൊ ഇറങ്ങുന്ന കുറച്ചും കൂടെ ഇതിന്റെ പ്രോസസ്സർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെൻസർ സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ക്യാംകോർഡർ വാങ്ങിക്കുമ്പോൾ ഇത് 1/4 സൈസ് ആയിരിക്കുള്ളൂ. ചില ഇത് 1 ഇഞ്ച് വരെ ഇറങ്ങുന്നുണ്ട്, 1 ഇഞ്ച് സെൻസർ വരെ ഇറങ്ങുന്നുണ്ട്, 3/4 ഇറങ്ങുന്നുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിന്റെ ലെൻസ് 1.8 ഇതിന്റെ എഫ് സ്റ്റോപ്പ്, അതായത് അപ്പർച്ചറിന്റെ ഏറ്റവും വൈഡ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ 1.8. അപ്പൊ നമുക്ക് മാക്സിമം ലൈറ്റ് ഇതിന്റെ സെൻസറിലേക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. പിന്നെ ചില ക്യാംകോർഡർ 3.5 വളരെ ചീപ്പായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് അത്ര ലൈറ്റ് നമുക്ക് കുറച്ച് ലൈറ്റ് ഇത്രയും ഗ്യാദർ ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് കയറുന്നിടത്തോളം ലൈറ്റ് നമുക്ക് അതിലേക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും വൈഡ് ഓപ്പൺ ആയിട്ടുള്ള അപ്പർച്ചർ ഉള്ളത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ഉള്ളത് ചൂസ് ചെയ്യുക. ഇതിനകത്ത് ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, വളരെ എക്സലന്റ് ആണ്. ഈവൻ പാനസോണിക് ആയാലും സോണി ആയാലും കാനോൺ ആയാലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അവർ എക്സലന്റ് ആണ്. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വളരെ ഷേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഈവൻ ഫുൾ സൂമിൽ വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും ഷേക്ക് ഫ്രീ ആയിട്ട്. ട്രൈപോഡ് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, എങ്കിലും ഡിജിറ്റൽ സ്റ്റെബിലൈസേഷൻ ആയിട്ട് പോകരുത് ഒരിക്കലും. പിന്നെ ഈ ക്യാമറയുടെ ഒരു കാര്യം, ഇതിനകത്ത് പ്രൊജക്ടർ ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് ഇതിന്റെ ഷൂട്ട് ചെയ്ത വീഡിയോസ് നമുക്ക് കാണാനായിട്ട് നമുക്ക് ഒരു വാളിലോ നമുക്കത് പ്രൊജക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ 2 ക്യാംകോർഡറിലും നമുക്ക് മൈക്രോഫോൺ ഇൻപുട്ട് ഉണ്ട്. പിന്നെ ഇത് സോണിയുടെ എക്സലന്റ് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. 3.3 മെഗാ പിക്സൽസ് സ്റ്റിൽസ് ആണ് അവർ പറയുന്നത്. ലേറ്റസ്റ്റ് വേർഷൻ 9.9. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ HD എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ HD ഇപ്പൊ ഇത് ഫുൾ HD ക്യാമറയാണ്. ഫുൾ HD ഇപ്പൊ ഇത് ആക്ച്വലി ഇത് ഒരു 5 മെഗാ പിക്സൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ എന്ന് വിചാരിക്കാം സ്റ്റില്. പക്ഷെ നമ്മളിത് ഫുൾ HD വീഡിയോ എടുക്കുമ്പോൾ ഈ 5 മെഗാ പിക്സൽ മുഴുവൻ ഇതിന് വേണ്ട. ഇത് യൂസ് ചെയ്യുന്നത് ഏകദേശം 2 മെഗാ പിക്സലാണ്. മനസ്സിലായോ? അതാണ് ഫുൾ HD ഒരു കാര്യം. നമ്മളിപ്പോ DSLR 40 മെഗാ പിക്സലുള്ള DSLR ഉണ്ട്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഫുൾ HD വീഡിയോ എടുക്കുമ്പോൾ ആ 40 മെഗാ പിക്സലും സെൻസറിൽ ഉപയോഗിക്കുന്നില്ല. നമ്മളെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുള്ളൂ, അതിനകത്ത് ഉപയോഗിക്കുന്നത് 2 മെഗാ പിക്സലും മാത്രമേ ഉള്ളൂ. അപ്പൊ
നല്ല ക്യാമറകൾക്ക് ചിലപ്പോൾ മെഗാ പിക്സൽ അധികം കാണണമെന്നില്ല. വീഡിയോന്റെ ഒരു ഗുണം അതാണ്. വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പൊ 4K, ഇപ്പൊ ഇത് 4K എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതില് മാക്സിമം 8 മെഗാ പിക്സൽ മതി. ഒരു 4K നമുക്ക് ഒരു ഇമേജ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും, സ്റ്റിൽ ഇമേജ്. നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഫ്രെയിം നമുക്ക് ഗ്രാബ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഒരു സ്റ്റിൽ ഇമേജ് എടുക്കാൻ പറ്റും. 4K ക്യാമറയിൽ 8 മെഗാ പിക്സൽ വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. അതായത് ഇതിന്റെ 4 ടൈംസ് ഡബിൾ ആണ്. ഇത് ഫുൾ HD ക്യാമറ 2 മെഗാ പിക്സൽ ആണെങ്കിൽ 4K ക്യാമറയുടെ സ്റ്റില് 8 മെഗാ പിക്സൽ ആയിരിക്കും. അപ്പൊ അത്ര ഒരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. 40 മെഗാ പിക്സലിലെ DSLR വീഡിയോ എടുത്തു കഴിഞ്ഞാൽ 40 മെഗാ പിക്സൽ യൂസ് ചെയ്യില്ല, 2 മെഗാ പിക്സൽ എടുക്കുക. പിന്നെ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈ ഡൈനാമിക് റേഞ്ച് ഉണ്ട്. പിന്നെ അതിന്റെ ലെൻസ്, പ്രോസസർ, സെൻസർ, ഇതിന്റെയൊക്കെ വലിപ്പം, ലെൻസുകളുടെ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ്, ഇതെല്ലാം കൂടെയാണ് ആ DSLR അത്രയും ഒരു ബ്യൂട്ടി വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇതിന്റെ തന്നെ കുറച്ചുകൂടി ഒരു ഹൈൻഡ് വേർഷൻ ആണ് ഈ ഇരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഈ വലിയ പ്രോഗ്രാമുകളും അല്ലെങ്കിൽ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ക്യാമറ കാനോണിന്റെ X10 എന്ന് പറഞ്ഞ ഒരു ക്യാമറയാണ്. ഇതൊരു സെമി പ്രോ. കാനോൺ ഇത് പ്രോ ക്യാമറ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ഞാനിത് പെടുത്തുന്നത് ഒരു സെമി പ്രോ എന്നുള്ള കാറ്റഗറി തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ക്വാളിറ്റി, ലോ ലൈറ്റ് ക്വാളിറ്റി വീഡിയോ നമുക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് മെമ്മറി, അതായത് ഫ്ലാഷ് മെമ്മറിയാണ്, ഹാർഡ് ഡിസ്ക് അല്ല. 64 GB ഇൻബിൽറ്റ് മെമ്മറി കൂടാതെ 2 SD കാർഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യും. പ്രൊഫഷണൽ ഓഡിയോ കൺട്രോൾസ്. രണ്ട് SD കാർഡ് അത് സ്വിച്ച് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട്. അത് റിലേ റെക്കോർഡിംഗ് എന്ന് പറയും. ഒന്ന് ഫുൾ ആയി കഴിഞ്ഞാൽ അടുത്ത റിലേ ഓട്ടോമാറ്റിക്, ഭയങ്കര ഹാൻഡി. അത് കൂടാതെ ഇപ്പൊ SD കാർഡ് നമുക്ക് യൂസ് ചെയ്യണമെന്നില്ല. ഇതിനകത്ത് ഫ്ലാഷ് മെമ്മറി ഇൻബിൽറ്റ് ഉണ്ട്, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല, പെർമനന്റ് ആണ്. 64 GB അത് തന്നെ ധാരാളം. 5-6 മണിക്കൂർ ഫുൾ HD വീഡിയോ എടുക്കാം. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ട്. ഇതിന് ഫോക്കസ് റിംഗ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് പ്രൊഫഷണൽ ഓഡിയോ കൺട്രോൾസ് ഉണ്ട്. നമുക്ക് പ്രൊഫഷണൽ മൈക്രോഫോൺസ് കണക്ട് ചെയ്യാം. 2 മൈക്രോഫോൺസ് ഒരേ സമയം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ മൈക്ക് ബിൽറ്റിൻ അല്ല, ഇത് എക്സ്ട്രാ വാങ്ങിച്ചതാണ്. ഈ ക്യാമറ വരുമ്പോൾ ഈ മൈക്ക് കൊടുക്കുന്നില്ല. ഇതിനകത്ത് ഇൻബിൽറ്റ് മൈക്ക് ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് ഇവിടെ അത് കൺട്രോൾ ചെയ്യാം. എക്സ്റ്റേണൽ വേണോ ഇന്റേണൽ വേണോ നമുക്ക് തീരുമാനിക്കാം. ഇത് കൂടാതെ നമുക്ക് എക്സ്റ്റേണൽ ലൈൻ വരെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. സാധാരണ ക്യാംകോഡറിലെല്ലാം മൈക്രോഫോൺ മാത്രമാണ് ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്കൊരു മിക്സറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഈ XLR ഇൻപുട്ടിലേക്ക് നമുക്ക് ഈ മൈക്കിൽ കണക്ട് ചെയ്തല്ലാതെ ലൈൻ മൈക്ക് വ്യത്യാസമുണ്ട്. ലൈനിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും, മൈക്കിന് അത്രയും ഗെയിൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ നോബ് മാറ്റണം. നോബ് മാറ്റിയിട്ട് ലൈനിങ് എന്ന് പറഞ്ഞിരുന്നു കണ്ടോ, ലൈൻ കണ്ടോ, ലൈൻ മൈക്ക്. പിന്നെ 48 വോൾട്ട് ഫാൻഡം കണ്ടൻസർ മൈക്കിന് വേണ്ടി. നോർമൽ മൈക്കും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂം സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഈ ക്യാമറയിനകത്ത് ഇല്ലാത്തൊരു കാര്യമാണ് സൂം. നമുക്ക് വളരെ ഇതായിട്ട് കൺട്രോൾ ചെയ്യാം. ഒന്നിലധികം സൂം ലീവർ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്. പിന്നെ സ്റ്റോപ്പ് റെക്കോർഡ് ലോക്ക് ചെയ്യാം. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സ്റ്റേണൽ റിമോട്ട്, നമുക്ക് വയേർഡ് റിമോട്ട് കണക്ട് ചെയ്യാം. എല്ലാ ക്യാമറയിലും നമുക്ക് വയർലെസ് റിമോട്ട് ഉണ്ട്, പക്ഷെ അതുപോലെയല്ല, വയേർഡ് റിമോട്ട് വളരെ ഹാൻഡിയാണ്. ഇതാണ് അതിന്റെ വയേർഡ് റിമോട്ട്. ഇത് നമുക്ക് ഇതിനകത്ത് സൂമും റെക്കോർഡിംഗ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് സൂം സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇതിനകത്ത് നോബ് ഉണ്ട്. ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് ദൂരെ ഇരുന്നവരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. വയർ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്തിട്ട്. ഇപ്പൊ ക്യാംകോഡറിനകത്ത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സൂം ചെയ്യാൻ ഓടിപ്പോവില്ല. ഇതിനകത്ത് നമുക്ക് ഈ എക്സ്റ്റേണൽ ലാൻസ് റിമോട്ട് എന്ന് പറയുന്നത്. ഈ ലാൻസ് റിമോട്ടിനകത്ത് നമുക്ക് ഇതിന്റെ സ്പീഡ്, സൂം സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ക്യാമറയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൂടാതെ ഇതിനകത്ത് ഡയറക്റ്റ് ഇത് എക്സ്ട്രാ വാങ്ങിക്കുന്നതാണ്. ക്യാമറയുടെ കൂടെ കിട്ടില്ല. പക്ഷെ ഇത് ഇതുപോലത്തെ ഒരു ജാക്കാണ്, 2.5 mm ജാക്കാണ്. ഇത് കണക്ട് ചെയ്ത് നമുക്ക് എക്സ്റ്റേണൽ ഇത് കണക്ട് ചെയ്യാം. പിന്നെ അതുകൂടാതെ തന്നെ ഇത് AV60 ആണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ AV60 ആണെങ്കിൽ അത് പ്രൊഫഷണൽ ക്വാളിറ്റി AV60 ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകതയായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ SLR ക്യാമറയാണ്. ഓക്കെ, DSLR ക്യാമറയാണ്. ഇപ്പൊ DSLR ക്യാമറ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആണ്, ഏത് വാങ്ങിക്കണം. തീർച്ചയായിട്ടും